ചേതന FM 90.8 ഇനി കേൾക്കാം മണ്ണറിവ് നല്ലറിവ്. ഓണാട്ടുകരയുടെ കാർഷിക പൈതൃകത്തിലൂടെയുള്ള ഒരു യാത്ര. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര. ഇന്നത്തെ അതിഥി കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക കൂട്ടായ്മയായ തിരുവനന്തപുരം സംഘമൈത്രി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ആർ ബാലചന്ദ്രൻ നായർ. നമസ്കാരം. നമസ്കാരം. ശ്രീ ആർ ബാലചന്ദ്രൻ നായർ, അങ്ങേ ചേതന റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ അഭിമാനമാണുള്ളത്. വെറും സന്തോഷമല്ല, അഭിമാനമാണുള്ളത്. കാരണം ഒരു പുരുഷായസ് മണ്ണിനും കൃഷിക്കുമായി സമർപ്പിച്ച ഒരു ജീവിതമാണ് അങ്ങയുടെ. ഇപ്പോഴും വളരെ ഊർജ്ജസ്വലതയോടുകൂടി കൃഷിയിലെ കഷ്ടനഷ്ടങ്ങൾ നോക്കാതെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, അങ്ങയുടെ പര്യായപദം എന്ന് പറയുന്നത് സംഘമൈത്രി ബാലചന്ദ്രൻ നായർ എന്നാണ് അങ്ങ് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാളോട് ബാലചന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അറിയത്തില്ല, പക്ഷേ സംഘമൈത്രി ബാലചന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ അറിയും. കാരണം കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കർഷക കൂട്ടായ്മയാണ് സംഘമൈത്രി, പള്ളിച്ചൽ കേന്ദ്രമായിട്ട്. കാരണം ഏതാണ്ട് 20ഓളം ഔട്ട്ലെറ്റുകൾ, 28ഓളം സംഭരണ കേന്ദ്രങ്ങൾ, ഏതാണ്ട് 6-7ഓളം സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ, 6000ഓളം അംഗങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള, ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കർഷകരിൽ നിന്ന് പ്രത്യേകിച്ച് ജൈവ കൃഷിക്ക് പരമാവധി പ്രോത്സാഹനം നൽകിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു കർഷക കൂട്ടായ്മ എന്നുള്ള നിലയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി അംഗീകാരങ്ങൾ അതിന് ചുക്കാൻ പിടിക്കുന്നു, അതിനെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നു, ഒരുപാട് പ്രതിസന്ധികളിലും അതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നന്മയാണ്. ഒരു കൃഷി മനസ്സവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനത്തോടൊപ്പം അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് അങ്ങയുടെ അറിവനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്താണ് ഇപ്പം സംഘമൈത്രി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം? ഇപ്പോൾ പുതിയ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളീയ സമൂഹം ഈ സർക്കാരിനെ കാണുന്നത്. കാരണം വലിയ പ്രതീക്ഷ. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ പോലും ഒരു വിസ്മയമായിരുന്നു ആളുകൾക്ക്. കാരണം അത്രമാത്രം വലിയ ഒരു ആവേശത്തോടു കൂടിയാണ് ആ സത്യപ്രതിജ്ഞ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നി. അത്രമാത്രം ആളുകളുടെ മനസ്സാണ് അവിടെ പങ്കുവയ്ക്കപ്പെട്ടത്. അപ്പോൾ അത് ഒരു പ്രതീക്ഷയുടെ ഒരു ചിഹ്നം കൂടിയാണ്, ഒരു സാക്ഷ്യം കൂടിയാണ്. വലിയ പ്രതീക്ഷ ആളുകൾ വെച്ചു പുലർത്തുന്നു. അതിലേറ്റവും അടിസ്ഥാന മേഖലയാണ് കൃഷി. കൃഷിയുടെ രംഗത്ത് അപ്പോൾ പുതിയ കൃഷിമന്ത്രി വന്നു, ബഹുമാനായ ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തിന് മുൻ അനുഭവങ്ങളുമുണ്ട്. നിശ്ചയമായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അദ്ദേഹത്തിൽ നിന്നും ഒരു കൃഷിമന്ത്രി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് വയനാടിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരുപാട് പ്രതീക്ഷകൾ അവിടെയും വെച്ചു പുലർത്തുന്നുണ്ട്. എന്താണ് ഈ പുതിയ സർക്കാരിൻ്റെ മുന്നിൽ ഇത്രയും നാളത്തെ അങ്ങയുടെ ഒരു പുരുഷായസിലെ കാർഷികാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രഥമവും പ്രധാനവുമായി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ആശയം എന്താണ്? ഈ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം. കാലം മാറുന്നതിനനുസരിച്ച്, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് കൃഷിയും മാറ്റിമറിക്കണം. അല്ല, നൂറ്റാണ്ടുകളായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളും കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ, അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ നല്ല ഭക്ഷണം കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. നമുക്ക് ഭക്ഷണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അത് നല്ല ഭക്ഷണമായിരിക്കണം. അപ്പം നമ്മളെ രോഗത്തിന് മരുന്നെന്ന് പറയുന്ന ഭക്ഷണമാണ്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവന് നിലനിൽപ്പ് വേണം. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അതിലെ ഉൽപ്പാദനത്തെ ബാധിച്ചു. കഴിഞ്ഞ സർക്കാരുകൾ കാർഷിക മേഖലയെ ശ്രദ്ധിക്കാതെ പോയത് വലിയ വിപത്തായി. നമ്മളെ മണ്ണും ജലവും പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ കൃഷി നിലനിർത്തിയേ പറ്റൂ. നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ കൂടിയേ തീരൂ. പരിപാവനമായി കുറച്ച് കാലമായിട്ട് കേരളത്തിലെ കൃഷിഭൂമിയെല്ലാം ധരിച്ചിട്ടിരിക്കുകയാണ്. ആ പുല്ല് പോലും ചെത്തിക്കളയാതെ കൃഷി ചെയ്യുന്നത്. അവിടെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 23 വർഷമായി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് അതിലൂടെ കർഷകരെ സംഘടിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും സംഭരിച്ചത് വിപണനം നടത്തുകയും മിച്ചം വരുന്നത് മൂല്യവർദ്ധിതമാക്കുകയും ആ രീതിയിൽ ഉൽപ്പാദനം, സംഭരണം, വിപണനം, മൂല്യവർദ്ധിതം 4 മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. കാർഷിക മേഖല ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കാർഷിക മേഖലയെ 4ആയി തരംതിരിക്കണം. ഉൽപ്പാദന മേഖല, അത് സംഭരണ മേഖല, വിപണന മേഖല, മൂല്യവർദ്ധിത മേഖല. ഇപ്പോൾ എന്തുകൊണ്ടോ കേരളത്തിലെ മേഖലകളിൽ ഒരുപാട് SFAC പോലെയുള്ള ഏജൻസികൾ
വിപണന മേഖലയിൽ വാല്യൂ അഡീഷൻ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതൊന്നും സക്സസ് അല്ല. മറിച്ച് കേരളത്തിലെ കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പന്ന വൈവിധ്യങ്ങളിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വിൽക്കുന്നതിനെ കുറിച്ചുകൂടെ ആലോചിച്ചാൽ, ഉദാഹരണം ഏത്തക്ക ചിപ്സ് ഇപ്പോൾ കേരളത്തിൽ 300, 380, 400 വരെ. ഈ ചിപ്സ് 10 മണിക്കൂർ യാത്ര ചെയ്താൽ ബാംഗ്ലൂർ അത് 500 രൂപയാണ്. അപ്പോൾ അത്തരം ബാംഗ്ലൂർ, ദില്ലി, മഹാരാഷ്ട്ര, ഹരിയാന ഇങ്ങനെ പ്രദേശത്ത് നമ്മുടെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിച്ചാൽ കൃഷിക്കാരന് ഒരു വരുമാനം. ലക്ഷക്കണക്കിന് ചക്കയാണ് പാഴായി പോണേ. ഈ ചക്ക ഉണക്കി സൂക്ഷിച്ചാൽ 365 ദിവസവും ചക്ക ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. ചക്ക ചുളയെടുത്ത് അതിൻ്റെ ഉണക്കി നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളത്തിയിട്ട് കുതിർത്ത് നമുക്ക് കറി വയ്ക്കാം, അത് പൗഡറാക്കാം. നമ്മളെ ആരോഗ്യത്തിന് ഇപ്പം തന്നെ ഡയബറ്റീസിൻ്റെ തന്നെ ചക്ക വലിയ ഔഷധമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വാല്യൂ ആഡഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുത്തക കമ്പനിക്കാർ ഉണ്ടാക്കണമല്ല, നമ്മുടെ ഫാർമറെ നിലനിൽപ്പിന് വേണ്ടി. കുത്തക കമ്പനിക്കാർ ലാഭം എടുത്തങ്ങ് പോകും. ഫാർമർ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കർഷകന് വീതം നൽകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് സർക്കാർ മുൻഗണനാക്രമത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്, നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ പുതിയ കൃഷി രീതി പ്രാവർത്തികമാക്കുമ്പോൾ കാലാവസ്ഥയും കൂടെ നമ്മൾ പഠിക്കണം. എപ്പോഴാണ് കാലാവസ്ഥ? ഇപ്പോഴും കാലാവസ്ഥയിൽ പഠിക്കാനുള്ള ഒരു കാലം. ഞാവൽ മരം മനസ്സിലാക്കി കാലാവസ്ഥ വ്യതിയാനം വന്നു, അത് ഡീപ്പായി പോയി വെള്ളമെടുത്ത് അതിഭയങ്കരമായ ഉൽപ്പാദനം ഞാവൽ മരം. അത് 400 രൂപ കമ്പോളത്തിൽ വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പം 40 രൂപയ്ക്കാണ് പൊതു മാർക്കറ്റിൽ അത് വിൽപ്പന നടത്തിയത്. ആ ഞാവൽ മരം ഈ 10 വർഷത്തിലൂടെയിൽ 2016 ഇതുപോലത്തെ കാലാവസ്ഥ വ്യതിയാനം വന്ന 10 വർഷം കഴിഞ്ഞപ്പം ആ ഞാവൽ മരത്തിൻ്റെ നോക്കിയ കാലാവസ്ഥയ്ക്ക് എന്ത് പറ്റി? അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം ചില വിളകൾക്കും പ്രയോജനപ്പെട്ടു. അത് കേരളത്തിൽ ഒന്നാമതായി സംഭവിച്ച മാവ് പോലെയുള്ള മരങ്ങൾ ആവശ്യാനുസരണം കാച്ചു. ഈ കാലാവസ്ഥാ വ്യതിയാനം ചേന പോലുള്ള വിളകളും അത്യുൽപാദനം തരുന്ന അതിഭയങ്കരമായ വളർച്ചയും ചേന പോലെയുള്ള കിഴങ്ങ് വർഗ്ഗ വിളകൾക്കും സംഭവിച്ചു. എന്നാൽ ദോഷകരമായും ബാധിച്ചു അയണിച്ചക്ക പോലെയുള്ള മരങ്ങൾ അത് ചരമഗതി അടയേണ്ട സ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്നു. അപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടെ കണ്ടുപോകണം. എല്ലാ കേരളത്തിൽ ഒന്നായുള്ള കൃഷിയല്ല, ഓരോ ജില്ലയ്ക്കും അവരെ മണ്ണും കാലാവസ്ഥയും പ്രകൃതിയും അനുസരിച്ചുള്ള കൃഷി രൂപാന്തരപ്പെടുത്തണം. അതാണ് ഈ ഗവൺമെൻറ് മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ട, മന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ ഓരോ ജില്ലയ്ക്കും എന്ത് വിള നിലവിലുണ്ട്, അതിൽ ഇൻവോൾവായിട്ട് എത്ര കൃഷിക്കാർ അതിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല 40,000 നേന്ത്രവാഴ കൃഷിക്കാരുണ്ട്. അവർ ഒരു വർഷം 1000 കോടി രൂപയുടെ നേന്ത്രക്കായാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവർക്കൊരു പദ്ധതിയില്ല, ഒരു പ്രോജക്റ്റ് ഇല്ല, ഒരു സബ്സിഡി ഇല്ല. വാഴ കൃഷി നഷ്ടപ്പെട്ട ഇൻഷുറൻസ് പോലും ഇല്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് 5 വർഷമായിട്ട് കൊടുക്കുന്നില്ല. പാട്ടത്തിന് കൃഷിയെടുത്ത് സ്വന്തം ഭൂമി അല്ലാത്തവർ, ഉപേക്ഷിച്ചു പോയവർ പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്യുന്ന 40,000 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ. 1000 കോടി രൂപയുടെ നേന്ത്രക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാം തരം നേന്ത്രക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതിയുമില്ല. മുൻഗണനാക്രമത്തിൽ ഏത് വിളയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്, ആ വിളയെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന് പദ്ധതി കൊടുത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ഒരു പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യം. വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ്. കാരണം ഇതൊക്കെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്നതാണല്ലോ. ശരിക്കും ഇപ്പോൾ ഈ അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം എടുത്താൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സാരഥിയാണ് അങ്ങ്. സർക്കാർ സംവിധാനത്തിൽ ഇപ്പോൾ ഹോർട്ടികോർപ്പ് പോലെയുള്ള സംഭരണ വിതരണ ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഒരു സർക്കാർ സ്ഥാപനത്തിന് ഈ ഒരു കർഷകരുടെ കൂട്ടായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടാണ് സംഘമൈത്രി വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുകയും ഇത്രമാത്രം ഏതാണ്ട് 40,000-ലധികം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുന്നു, അത് വിപണനം ചെയ്യുന്നു, അത് ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ട ഒത്താശകൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അതിന് തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗത്തും ഈ ഔട്ട്ലെറ്റുകൾ തുടങ്ങിക്കൊണ്ട് പരമാവധി ഈ ജൈവ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ തന്നെ അത് സംസ്കരിക്കപ്പെടുന്നു, ബാക്കി വരുന്നു. ഈ ഒരു സംവിധാനം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ തുടരുന്നു. പക്ഷേ നമുക്കതിനെ കുറച്ചുകൂടി ശാക്തീകരിക്കണം. സർക്കാരിൻ്റെ വലിയ ഒത്താശകൾ ആ കാര്യത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സംഘമൈത്രി എന്ന് പറയുന്ന ഈ കർഷക പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കർഷക കൂട്ടായ്മയുടെ ഒരു
ഔട്ട്ലെറ്റ് സാധനങ്ങളുമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ കിടക്കുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 23 വർഷമായിട്ട് അത് കാണുന്നു. അതിനകത്തിൽ നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടെ അത് ഇടുന്നതിനെതിരായിട്ടോ അല്ല നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റു നൂലാമാലകളിലേക്ക് പോകാതെ ഇത് സാധാരണക്കാരായ കർഷകർ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. സെക്രട്ടേറിയറ്റിലേതടക്കം ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലേക്കാണ് ഈ ഉൽപ്പന്നം പോകുന്നത്. അതൊരു മരുന്നുപോലെ, ഈ വിഷമടിക്കാത്ത പച്ചക്കറിയാവുമ്പോൾ അതൊരു മരുന്നാണ്. അത് ഗുണപരമായി മാറും, ആരോഗ്യത്തിനും അതൊരു ഔഷധം പോലെ പ്രയോജനം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഔട്ട്ലെറ്റുകൾ ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിൻ്റെ വളപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ മുറ്റത്തോ ഇടുന്നതിന് വേണ്ട അനുമതി നൽകിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം അതൊരു ആവശ്യമല്ലേ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? അപ്പം അതിലെ ഒരു കാര്യം പറയുമ്പോൾ പൊതു കമ്പോളത്തിൽ ഇന്ന് പൊതുവായിട്ട് ഉദാഹരണത്തിന് ഈ റഷ്യൻ യുക്രൈൻ യുദ്ധം നടത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. റഷ്യയിൽ നിന്നാണ് നമുക്ക് പൊട്ടാഷും എണ്ണ ഖനനം ചെയ്ത് കിട്ടുന്നതാണ് ഒരുപാട് രാസവളത്തിന് ആവശ്യമുള്ള മൂലകങ്ങളും വരുന്നത്. അതില്ല. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഈ പെട്രോൾ ഡീസൽ ദാരിദ്ര്യം വന്നപ്പോഴത്തേക്ക് അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെ രാസവളത്തിന് അമിതമായ വില കൂടി. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സംഘമൈത്രി കഴിഞ്ഞ 10 വർഷമായിട്ട് രാസവളം ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷിക്ക് രൂപം നൽകിയത്. ഇത് എന്തുകൊണ്ട് പഠിച്ചുകൂടാ പ്രാവർത്തികമാകുന്നില്ല? അതിൽ ഒന്നാമത് സോയിൽ റിച്ച് ആണ്. അതിൽ കാൽസ്യം, മെഗ്നീഷ്യം, സൾഫറാണ്. അത് കഴിഞ്ഞ് കാർബൺ 60 എന്നുള്ള ഇതിൽ 17 മൂലകങ്ങളുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള മൂലകങ്ങൾ സസ്യത്തിന് കിട്ടണം. അത് ഈ കാർബൺ 60-യിലുണ്ട്. അതെല്ലാം 10 ഗ്രാം മതി, പൈസ കുറച്ച്. അങ്ങനെ ദീർഘമായി നമ്മൾ ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കൾ നഗരഹൃദയത്തിലെ ജനങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ റോഡ് ഫണ്ട് അതോറിറ്റി കേസെടുക്കും. എൻ്റെ പേരിൽ ഇപ്പോൾ 2 കേസാണ്. റോഡ് ഫണ്ട് നമ്മൾ പാളയത്തൊരു 23 വർഷമായിട്ട് ഒരു വണ്ടി ഇട്ടു. ഇപ്പം പുതുതായി ചാർജ് എടുത്ത പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം സബ് ഇൻസ്പെക്ടർ പറയാണ് അവിടെ ഒന്നും ഇനി വാഹനമൊന്നും ഇടാൻ പറ്റുള്ളൂ, VIP ഒക്കെ സഞ്ചരിക്കുന്ന റൂട്ടാണ്. പിന്നെ പാളയം മാർക്കറ്റേ ഉള്ളൂ. അത് തമിഴ്നാടിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അപ്പം കർഷകൻ അവൻ്റെ വേർപ്പൊഴുക്കി സ്വന്തം മണ്ണിൽ ഉൽപ്പാദിപ്പിച്ച ഗുണമേന്മയുള്ള പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ഉപഭോക്താവ് തിരുവനന്തപുരത്ത് ഒരാഴ്ച വണ്ടിയിടാത്തത് കൊണ്ട് ജനങ്ങൾ വിളിയാണ്. നേന്ത്രക്കായ്, നല്ല നേന്ത്രക്കായ വാങ്ങിക്കാനാണ് ഫീറുഡാൻ പോലും ഒന്നും ഇടാത്ത, രാസവസ്തു ഇടാത്ത ആളുകൾ നെട്ടോട്ടോടെ. അപ്പോൾ അതിന് നമുക്ക് വണ്ടി ഇടുന്നതിന് തടസ്സം, വണ്ടി ഇടുന്ന VIP ഒക്കെ പോകുന്ന റോഡായതുകൊണ്ട് അവിടെ ഇനി വാഹനം 23 വർഷമായി AK ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് പെർമിഷൻ അനുമതി തന്നെയാണ്. ഇപ്പോൾ അത് ഉദ്യോഗസ്ഥർ പറയണം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, VIP ഒക്കെ പോണ റോഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംവരണം ചെയ്ത സെക്രട്ടേറിയറ്റിനകത്തോ AG's ഓഫീസിനകത്തോ അതുപോലെ BCM വളപ്പിലോ അതുപോലെ കോർപ്പറേഷൻ കോമ്പൗണ്ടിലോ അവർ നിശ്ചയിക്കുന്ന ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് എന്ന അവരൊക്കെ രാവിലെ നമ്മൾ കൃഷിക്കാരെ കളക്ട് ചെയ്ത് രാത്രി 9 മണി വരെയാണ് നമ്മളെ വിപണനം. ലാഭനഷ്ടം നോക്കിയല്ല, അതിനകത്ത് കണക്കോ ലാഭമോ അല്ല. അത് കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം നമ്മൾ രൊക്കം വില കൊടുത്ത് സംഭരിച്ച് അത് ഉപഭോക്താവിന് കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. അതിന് നമ്മുടെ ലാഭത്തിൻ്റെ കണക്കല്ല, ജനങ്ങളുടെ ആരോഗ്യവും കൂടെ നോക്കി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും കൂടെ നോക്കി ഇതെല്ലാം തുല്യമായി വരത്തക്ക രീതിയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട്. അതിന് ഗവൺമെൻറ് കൃഷിക്കാരന് കോർപ്പറേഷൻ്റെ ഗവൺമെൻറ് ഔട്ട്ലെറ്റുകൾ, നല്ല നാടൻ പച്ചക്കറികൾ വിൽക്കാനുള്ള ഔട്ട്ലെറ്റുകളും നമുക്ക് മിതമായ റേറ്റിൽ കൃഷിക്കാരന് കൊടുക്കണം. എങ്കിലേ അവൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റൂ. അതല്ലാതെ പാളയം മാർക്കറ്റിൽ പോയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ മാരകമായ വിഷം ഉപയോഗിച്ച രാസവസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിയ തറയിൽ പോലും കിടക്കാൻ അത്ര ജനക്കൂട്ടമാണ്. ജനങ്ങൾ ഇത്രയും രോഗികളായിപ്പോയി. ഒന്നാമത് നമ്മളെ ഭക്ഷണത്തിൽ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. നമുക്ക് സന്തോഷവും ആരോഗ്യവും കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കാനുള്ള പ്രവർത്തനത്തിന് ഗവൺമെൻറ്റും ഇത്തരം പ്രൊഡ്യൂസർ കമ്പനികളെ അല്ലെങ്കിൽ കർഷക കൂട്ടായ്മകളെ സഹായിക്കണം. അവന് ഒന്നുമില്ലെങ്കിലും പലിശരഹിത വായ്പയെങ്കിലും കൊടുക്കണം. ഇപ്പം കാറ് വാങ്ങിക്കാൻ 6% പലിശ, ഭവന നിർമ്മാണത്തിന് 7% പലിശ, കൃഷിക്കാരന് 12%. ഞാനൊരു കാര്യം ഇതിനിടയിൽ ഒന്ന് ഇടപെട്ടോട്ടെ. കാരണം അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിപ്പോൾ സംഘമൈത്രി മാത്രമല്ല, നിരവധി കർഷക കൂട്ടായ്മകളുണ്ട്. ഇങ്ങനെയുള്ള കർഷകരുടെ യഥാർത്ഥ കൂട്ടായ്മകളെ എങ്ങനെ സർക്കാർ സഹായിക്കാൻ കഴിയും? എന്തെല്ലാമാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സുഗമമായി കർഷകപക്ഷം ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഒരു ഒത്താശകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഗവൺമെൻറ് പിന്നെ സബ്സിഡി തരണമെന്നല്ല, ഞങ്ങൾക്ക് പലിശ രഹിത അല്ലെങ്കിൽ പലിശ കുറവുള്ള വായ്പ. നബാർഡ് പോലെയുള്ള ഏജൻസികൾ കർഷകരെ ഇതുപോലെയുള്ള സഹായിക്കണം. നബാർഡ് പോലെയുള്ള ഏജൻസികൾ ഇപ്പോൾ കാർഷിക മേഖല വിട്ട് മറ്റ് മേഖലകളിലാണ് സഹായിക്കുന്നത്. കൃഷിക്കാരൻ്റെ ബാങ്കാണ്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നബാർഡ്. ആ നബാർഡിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും വിപണനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പുതിയ സാങ്കേതികവിദ്യ.
അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് നമുക്ക് കുറേ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇത് സുഗമമായി ഉൽപ്പാദിപ്പിച്ചാൽ പോരാ, അത് വിൽപ്പന നടത്തണം. വിൽപ്പന നടത്തണമെങ്കിൽ അവന് സമ്പത്ത് വേണം. ആ സമ്പത്ത് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് പ്രോജക്റ്റുണ്ട്. ആ പ്രോജക്റ്റുമായി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പം നിസാര സംഗമത്തിൽ നിരവധി തവണ ബാംഗ്ലൂർ കൊണ്ടുപോയി വാഹനത്തിൽ 10 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. ഉപ്പേരി, ചിപ്സ്, അതുപോലെ റെഡ് ബനാന, ഞാലിപ്പൂവൻ, ഇതൊക്കെ ബാംഗ്ലൂർ കിട്ടാത്തത് ഒരു ദിവസം 5 ലക്ഷം രൂപ വരെ വിപണനം നടത്തും. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും വിപണനം നടത്താൻ നമുക്ക് സൗകര്യം പോലെ ദില്ലിയിൽ ഹട്ട് പോലെയുള്ള നഗരത്തിൽ കേരളത്തിലെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ ഇന്ന് കച്ചവടം വേറെയാണ്, അത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ പഴക്കം. അതുപോലെ നമ്മളെ ദില്ലിയിൽ ട്രാവൻകൂർ ഹൗസ്, കേരള ഹൗസ്, നമ്മളെ ചിപ്സ്, ഉപ്പേരി, നമ്മളെ ചക്ക ചിപ്സ്, ഇതെല്ലാം നമ്മളെ ഇതെല്ലാം ഏത്തക്ക ചിപ്സ്, ഇതെല്ലാം വിൽക്കാൻ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കി ട്രെയിൻ എന്ന് 365 ദിവസവും ട്രെയിൻ പോകണം കൊണ്ടുപോയി അവർ പിക്കപ്പ് ചെയ്ത് കേരള ഹൗസിൽ വിറ്റോളും. അല്ലെങ്കിൽ കേരള ഹൗസ് ഏറ്റെടുത്ത് ഈ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം വിൽക്കാൻ ഒരു ഔട്ട്ലെറ്റ് കൂടെ വയ്ക്കണം. വെറും ബീഫും കട്ട്ലറ്റും മാത്രം വിറ്റാൽ പോരാ, കൃഷിക്കാരൻ്റെ ഉൽപ്പന്നവും അവർ വിൽക്കണം. അതുപോലെ അതിൻ്റെ അടുത്ത് ട്രാവൻകൂർ ഹൗസ് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ വകയാണ്. അത് മൾട്ടിനാഷണൽ കമ്പനിക്ക് ഗസ്റ്റ് ഹൗസൊക്കെ പണിയാൻ കൊടുത്തു. അവിടെ നിരവധി പ്രാവശ്യം നമ്മൾ റിക്വസ്റ്റ് കൊടുത്തതാണ്, ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് കേരളത്തിൻ്റെ തനതായ മരിച്ചിരിയും നമ്മളെ വാഴപ്പഴവും നമ്മളെ ചക്കയും ദില്ലി മലയാളിയൊക്കെ കൊടുക്കാം. ബാംഗ്ലൂരിൽ തന്നെ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ. ഇതൊക്കെയാണ് ഗവൺമെൻറ് അടിസ്ഥാനപരമായി ചെയ്യുക. അല്ലാതെ വിത്ത് കൊടുക്കുക, തൈ കൊടുക്കുക, സെമിനാർ നടത്തുക, ശില്പശാല നടത്തുക, ഉപദേശം കൊടുക്കുക, ഇതൊന്നും ഇനി കാർഷിക മേഖലയിൽ ആവശ്യമില്ല. അവൻ ഉൽപ്പാദിപ്പിക്കുന്നത് മാർക്കറ്റ് നടത്താൻ ന്യായമായ വില കിട്ടിയാൽ കൃഷിക്കാരൻ നിൽക്കും. ആളുകൾ കൃഷിഭൂമി ഉപേക്ഷിച്ച് പോവുകയാണ്. ഏക്കർ കണക്കിന് ഭൂമി കൃഷി ധരിച്ചിട്ടിരിക്കുകയാണ്. വെള്ളമുണ്ട്, കാലാവസ്ഥ കൊള്ള, സകലമാന കാര്യം. ഇത്തരം അടിസ്ഥാനപരമായ ത്രിതല പഞ്ചായത്തുകളൊന്നും ഇതിൽ ശ്രദ്ധിക്കുന്നില്ല. കാർഷിക മേഖലയിൽ ഒരു ശ്രദ്ധയില്ല, ഒരു പൈസയില്ല, ഫണ്ടുമില്ല, ഒന്നുമില്ല, നല്ല വിത്തില്ല. പിന്നെ പറയാനുള്ളത്, എല്ലായിടത്തും കേരളത്തിൽ ഇന്ത്യയിലാകമാനം 40 വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. നമ്മളെ വിത്തുകൾ, തൈകൾ വിതരണം ചെയ്യുമ്പോൾ അതിന് വൈറസ് ബാധയില്ലാതെ പരിശോധിക്കാൻ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തോ കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥാപിക്കും. മേഖല നന്നാവില്ല, കാർഷിക മേഖല നാമാവശ്യം. പിന്നെ അതുപോലെ തന്നെ കുരുമുളകും അതുപോലെ ഏലവും അതൊക്കെ കയറ്റുമതി വിളകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓർഗാനിക് രീതി പ്രൊമോട്ട് ചെയ്യാൻ സർക്കാർ അടിയന്തരമായി അതിനകത്ത് ഇടപെടണം. ഇതിൽ ഹോർട്ടിക്രോപ്പ് കൃഷിക്കാരൻ്റെ ഒരു ഉൽപ്പന്നവും സംഭരിക്കുന്നില്ല. അവരെല്ലാം തമിഴ്നാട് ചാലയിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിച്ചു എത്രയോ വർഷമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ കൃഷിക്കാരൻ്റെ നിന്ന് ഉൽപ്പന്നം വാങ്ങുകയും അത് ന്യായമായ വിലയ്ക്ക് ഉപഭോക്താവിന് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം അത്തരം ഏർപ്പാടുകളൊന്നുമില്ല. വാല്യൂ ആഡറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങും ഒരു വരിക്കച്ചക്ക വേണമെങ്കിൽ ഇന്ന് കിലോയ്ക്ക് 100 രൂപ കൊടുക്കണം. എന്നാൽ ഒരു കൃഷിക്കാരെ 20 രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവൻ്റെ വരിക്കച്ചക്ക സംഭരിച്ച് കോട്ട് ക്രോപ്പ് വെച്ച് അല്ലെങ്കിൽ അത് മുറിച്ച് ഒരു ഫോയിൽ പേപ്പർ വെച്ച് മറിച്ചാൽ അതിൻ്റെ കുരു പ്രയോജനം, അതിൻ്റെ ചുള പ്രയോജനം, കണ്ണാടി ഉള്ളവർക്ക് അതിൻ്റെ മടലെല്ലാം കൂടെ ചെയ്യും. അപ്പോൾ ഇത്തരം ചക്കയെ നമ്മൾ നിസ്സാരമായി കളയാൻ പാടില്ല. ദില്ലി പോലെയുള്ള നഗരത്തിൽ, ബാംഗ്ലൂർ പോലെയുള്ള നഗരത്തിൽ ഒരു ചക്കയ്ക്ക് 300-500 രൂപ വില. 20 രൂപയ്ക്ക് ഒരു കിലോ തയ്യാറെടുക്കാൻ 100 രൂപയാണ് പാളയം മാർക്കറ്റിൽ ഇന്ന് വരിക്കച്ചക്ക വിറ്റുകൊണ്ടിരിക്കുന്നത്. 20 രൂപയ്ക്ക് കർഷകൻ്റെ കിട്ടും. ഹോർട്ട് ക്രോപ്പ് എന്തുകൊണ്ട് വരിക്കച്ചക്ക കളക്ട് ചെയ്ത് അവർ ഔട്ട്ലെറ്റ് ഒഴിപ്പിക്കും. അപ്പോൾ ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനി എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ 50 വർഷമായി കാർഷിക മേഖലയിൽ 28 വിളകൾ കൃഷി ചെയ്ത് നൂതന സാങ്കേതികവിദ്യയും നൂതന ആശയങ്ങളും നടപ്പിലാക്കി വരികയാണ്. ഈ മേഖലയിൽ ഇനി നമുക്ക് നിൽക്കണമെങ്കിൽ അവന് പലിശരഹിത വായ്പ അല്ലെങ്കിൽ പലിശ കുറച്ചുള്ള വായ്പ, അത് ദീർഘകാല വായ്പകൾ, 1 വർഷം കൊണ്ട് അടയ്ക്കുന്ന വായ്പയല്ല, ഒരു 10 വർഷമെങ്കിലും പീരീഡുള്ള വായ്പ. ആ വായ്പ തരുന്നതോടൊപ്പം ഗവൺമെൻറ് കാർഷിക മേഖലയിലുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരം സംരംഭങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ വേണം. ഉൽപ്പാദനം നടത്തുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യണം, സംഭരിക്കുന്നതിന് അതിന് സപ്പോർട്ട് ചെയ്യണം, മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യണം. തിരുവനന്തപുരത്ത് ഒരു മാർക്കറ്റിംഗ് ഓഫീസർ കാർഷിക മേഖലയിലില്ല. അപ്പം മന്ത്രി പറഞ്ഞു മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ഒരു സെല്ല് രൂപീകരിക്കും. മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. അത്തരം ആത്മാർത്ഥമായ ചിന്താഗതികൾ മന്ത്രിയിൽ നിന്നുണ്ടായാൽ ഞാൻ ഈ 50 വർഷത്തെ ഈ കാർഷിക പാരമ്പര്യം കൊണ്ട് ഞാൻ അങ്ങനെ അഭിനന്ദിക്കുകയാണ്. കാരണം മാർക്കറ്റിങ്ങിന്
ഒരു വകുപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത്തരം മോഡലുകൾ മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് 5 രൂപയ്ക്ക് കിട്ടിയ സാധനം 6 രൂപയ്ക്ക് ഉപഭോക്താവിന് കൊടുക്കണം. കൊള്ള ലാഭം എടുക്കാനല്ല. ഈ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് കൃഷി ജനങ്ങളുടെ ആരോഗ്യവും കൂടെ നോക്കി, കൃഷി വെറും പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല, മറ്റുള്ളവൻ്റെ ജീവൻ സംരക്ഷിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനുമുള്ള ഒരു കടപ്പാടാണ് ഒരു കൃഷിക്കാരൻ്റെ ലക്ഷ്യം. അല്ല, പണം ഉണ്ടാക്കണമെങ്കിൽ വേറെ മാർഗം ഉണ്ടാക്കാം. ഇത് മാനവ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് കാർഷിക മേഖല. ആ കാർഷിക മേഖലയെ മണ്ണ് അമ്മയാണ്, ഭൂമി അമ്മയാണ്. ആ മണ്ണിനെ തൊട്ടു വണങ്ങുന്ന ഒരു സംസ്കാരം നമുക്ക് കേരളത്തിലുണ്ട്. ആ മണ്ണിനെ സംസ്കരിക്കുക, അതിനെ സംരക്ഷിക്കുക എന്നതാണ് കാർഷിക മേഖലയിലൂടെ നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും. കാരണം അത് അടിസ്ഥാനപരമായി കൃഷി ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. കൃഷി ഇല്ലാതായി കഴിഞ്ഞാൽ, കാരണം ഈ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ എൻ്റെ പോക്കറ്റിൽ ആവശ്യത്തിന് പണമുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും വാങ്ങാം, എൻ്റെ തീന്മേശ സമ്പന്നമാണെന്നാണ് മലയാളിയുടെ പുതിയ കാലത്തെ ധാരണ. പക്ഷേ അങ്ങനെയല്ല. ഇത് എവിടെയോ ആരോടെയോ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ബാക്കി പത്രമാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി വികസിക്കുന്ന വ്യവസായം എന്ന് പറയുന്നത് ആശുപത്രികളാണ്. ഓരോ വർഷവും ഓരോ ആശുപത്രികളുടെയും മുകളിലേക്ക് അതിൻ്റെ നിലകൾ ഉയരുകയാണ്. സർക്കാർ ആശുപത്രിയിൽ കിടക്കാൻ സ്ഥലമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭക്ഷണ വിഷമായത് തന്നെയാണ്. അപ്പോൾ ഭക്ഷണത്തിലാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ കൃഷിയിൽ ശ്രദ്ധിക്കണം, കൃഷിയിൽ ശ്രദ്ധിക്കണമെങ്കിൽ മണ്ണിനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു ഇതൊരു പാരസ്പര്യമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി സർക്കാരുകൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് വ്യവസായങ്ങളെക്കാൾ. കാരണം ഈ വ്യവസായങ്ങളിൽ പ്രവർത്തിക്കാൻ ആൾ വേണമെങ്കിൽ, അവിടെ പണിയെടുക്കാൻ ആൾ വേണമെങ്കിൽ ഇവിടെ ജനങ്ങൾ ജീവിക്കാനുള്ള കാര്യമാണ്, ജനങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള കാര്യമാണ് ഒരു കൃഷിക്കാരൻ ചെയ്യുന്നത്, കൃഷിയിലൂടെ ചെയ്യുന്നത്. ഇനി വേറൊന്ന്, ഈ കർഷകരെ നിലനിർത്തുക, മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ആദ്യകാലത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു വലിയ പ്രഖ്യാപനമുണ്ടായി. കർഷക ക്ഷേമ നിധി ബോർഡ്. ഒരുപക്ഷെ കേരളത്തിലെ കർഷകർ വളരെ സന്തോഷപൂർവ്വം കണ്ട ഒരു കാര്യമാണ്. ഒരു കൃഷിക്കാരന് ജീവിതത്തിൻ്റെ സായന്തനത്തിൽ 5000 രൂപ പെൻഷൻ കൊടുക്കുക. കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ കടപ്പാടോടുകൂടി ഒരു കൃഷിക്കാരനെ കാണുന്നല്ലോ എന്നുള്ള വലിയ സന്തോഷമാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം അന്നുണ്ടായത്. പക്ഷേ ആ 5 വർഷക്കാലം ആ പ്രഖ്യാപനം വന്നു. ഏതാണ്ട് 23,000-ലധികം ആളുകൾ ഏകദേശം അതിൽ ഈ കർഷകക്ഷേമ നിധി ബോർഡിൽ അംശദായം അടച്ച് മെമ്പർഷിപ്പ് എടുത്തു. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു. ഒരു ഓഫീസുണ്ടായി. തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ അതിൻ്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു എന്നതിനപ്പുറത്ത് കുഴമ്പ് മേടിക്കാൻ ഒരു കൃഷിക്കാരന് 25 പൈസ കൊടുക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ബാക്കി എല്ലാ പെൻഷനുകളും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ബാക്കി എല്ലാവിധമായ പെൻഷനുകളും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ കഴിഞ്ഞ അസംബ്ലി സെഷനിൽ പോലും സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടു. പക്ഷേ അവിടെ ആരും കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്കും ഇതുവരെ പറഞ്ഞു കേൾക്കുക. അതുതന്നെയാണ് കൃഷിയുടെ അവസ്ഥ. അതാണ്, അതുകൊണ്ടാണല്ലോ അത് ആരും അവിടെയും ഉന്നയിക്കാത്തത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ, കാരണം കർഷകർക്ക് 5000 രൂപ പെൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങും അതിനെ ആഹ്ലാദപൂർവ്വം കണ്ട ഒരാളാണ്. ഇപ്പോൾ ഈ സർക്കാരെങ്കിലും അത് നടപ്പാക്കും, അല്ലെങ്കിൽ അതിനകത്തിൽ ഇടപെടും, ഒരാൾക്കെങ്കിലും പെൻഷൻ കിട്ടും എന്നുള്ള വലിയ ശുഭാപ്തിബോധത്തിലാണ് കേരളത്തിലെ കർഷക സമൂഹം. എന്താണ് അതേക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു അഭിപ്രായം? ഈ കർഷക ക്ഷേമനിധി ബോർഡിലെ ഒരു കർഷകന് 5000 രൂപ കൊടുക്കണമെന്ന് വെച്ചാൽ ഗവൺമെൻറ് കഴിഞ്ഞ അത് ധനകാര്യ വകുപ്പ് പറഞ്ഞു, ധനകാര്യ മന്ത്രി തന്നെ പറഞ്ഞു അത് പ്രായോഗികമല്ല, 5000 രൂപ പെൻഷൻ കൊടുക്കേണ്ട പ്രായോഗികമില്ല. ഞാനൊരു കർഷകൻ എന്നുള്ള നിലയിൽ, ഈ സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഒരു നിലയിൽ, മൾട്ടിനാഷണൽ കമ്പനികളുടെ CSR ഫണ്ടുണ്ട്. ആ CSR ഫണ്ട് ഗവൺമെൻറ് ഇടപെട്ട് കളക്ട് ചെയ്ത് ഈ കർഷക ക്ഷേമനിധി ബോർഡിന് ഈ പെൻഷൻ കൊടുക്കാൻ പറ്റും. 5000 രൂപ അവൻ്റെ ഒരു മാസമുള്ള ഒരു ഇത് കൊടുക്കാൻ സാധിക്കും. മണ്ണിൽ അവൻ്റെ ജീവിതകാലം, ഇപ്പം കർഷകന് ഇപ്പോൾ 15 ഏക്കർ സ്ഥലമുള്ളവന് കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ല. അടുത്ത തലമുറയ്ക്കൊന്നും കർഷകനോട് താല്പര്യമില്ല. ആയിരക്കണക്കിന് പേരെ എനിക്കറിയാം. കർഷകനാണെങ്കിൽ പെണ്ണില്ല, കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ല, ആ ഒരു അവസ്ഥയില്ല. അത് കാരണം എന്തെന്ന് വെച്ചാൽ അവരെ കുടുംബത്തിൽ അവരെ അച്ഛനും അമ്മയും അനുഭവിച്ച ആ ദുഃഖം പേറുന്ന നാളുകൾ, കാലാവസ്ഥയെ ചെറുത്ത്, പ്രകൃതിയെ ചെറുത്ത്, കാലാവസ്ഥ മാറ്റത്തെ ചെറിച്ച് ഉൽപ്പന്നം വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, വന്യമൃഗങ്ങളും അതുപോലെ വെള്ളപ്പൊക്കവും ദുരിതങ്ങളും ഉൽപാദനക്ഷമതയില്ലാത്ത പ്രവർത്തനങ്ങളും നടത്തി അവൻ കടക്കെടിയിലോട്ട് പെട്ടപ്പം പെൺകുട്ടികൾ വിചാരിച്ചു, ഞാൻ ആ കുടുംബത്തിലേക്ക് കയറിയാൽ
ഞാനും എൻ്റെ ജീവിതവും പോകും. അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാൻ. കർണാടക പോലെയുള്ളിടത്ത് ആയിരക്കണക്കിന് പേര്, കേരളത്തിലും തിരുവനന്തപുരത്തും ഒക്കെ ആവശ്യമുള്ള ആൾ കർഷകനാണോ മണ്ണിൽ പണിയെടുക്കുന്നത്. ഞാൻ ഇന്നും മണ്ണിൽ കിളയ്ക്കുന്നവനാണ്. എന്നോട് പലരും ചോദിക്കുന്നത്, മണ്ണിൽ കിളയ്ക്കേണ്ട കാര്യം എന്തൊരു, വേറെ ജോലിയൊന്നുമില്ലേ, എന്തിന് മണ്ണിന് കിളയ്ക്കാൻ പോണ്? മണ്ണിൽ കിളച്ചാൽ മാത്രമേ നമുക്ക് വിളവ് ഇറക്കാൻ പറ്റൂ. ഒരുപാട് മിഷനറി സാങ്കേതിക വിദ്യയുണ്ട്. വാഹനം പോകാത്ത സ്ഥലം, ആളിന് നടന്നു പോകാത്ത ഇടവഴികൾ, അവിടെയൊക്കെ മിഷനറി അങ്ങ് പോകും. അതേ ആയിരക്കണക്കിന്. കേരളത്തിൽ തുണ്ടു ഭൂമികളാണ്, പാട്ടഭൂമികളാണ്. അവൻ്റെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ ഒരു തോട്ടിൽ കുറുകെ പോകണമെങ്കിൽ ഒരു സ്ലാബ് ഇടുക. അങ്ങനെ പ്രായോഗിക തലത്തിൽ ഓരോ ജില്ലയിലും എന്ത് വിളയാണുള്ളത് അതിനെക്കുറിച്ചൊരു പഠനം ആവശ്യമാണ്. ആദ്യമായി ഈ കൃഷി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അതൊരു പഠനം, എന്ത് വിളകൾ മുൻഗണനാക്രമത്തിൽ ചെയ്യുന്നു. ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ പന്തൽ കൃഷി ഉണ്ടായിരുന്ന പാവലം, പടവലം, പയറ് ഇതെല്ലാം അന്യം നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇൻവോൾവ് ആയിരുന്ന പന്തൽ കൃഷി പോയി. പാവലോ ഇല്ല, പടവലോ ഇല്ല, പയറില്ല. മറിച്ച് കുത്തക മുതലാളിമാർക്ക് കേരളത്തിലെ കമ്പോളം എല്ലാം തുറന്നു വച്ചിരിക്കുന്നു. അതുപോലെ വലിയ വലിയ കമ്പനിക്കാർ, പോത്തീസ് പോലതും രാമേന്ദ്രൻ പോലതും ലുലുമാൾ പോലെയുള്ളവരെല്ലാം കേരളത്തിൽ കയ്യേറി തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര പോയി ഫ്ലൈറ്റിൽ പിക്കപ്പ് ചെയ്തുകൊണ്ട് വന്ന് ഇവിടുത്തെ കുത്തക മുതലാളിമാർ ഈ കാർഷിക മേഖല കൈയടക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ തിരുവനന്തപുരത്ത് പള്ളിച്ചൽ കേന്ദ്രമാണ്, അവിടെ ഒരു കാർഷിക കേന്ദ്രമാണ്, വെള്ളായടി കാർഷിക കോളേജ് ഇരിക്കുന്നത്. അവിടെ പോത്തീസ് വന്നു, അവിടെ AC ഉണ്ട്. അവിടെ എല്ലാവരും AC ഉള്ളിടത്തോട്ട് അവർ തമിഴ്നാട്ടിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കളഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയ കച്ചവടക്കാർ, കൃഷിക്കാരൻ്റെ പയറും ചീരയും വെണ്ടയും അങ്ങനെയൊക്കെ വിറ്റുകൊണ്ടിരുന്നവരെല്ലാം അന്യം നിന്ന് പൊയ്ക്കോട്ടിരിക്കുകയാണ്. വഴിയോര കച്ചവടവും അങ്ങനെ ഈ പച്ചക്കറികൾ വഴിയോരത്ത് വെച്ച് വിറ്റവരൊന്നും ഇപ്പം ഇല്ല. അവരൊക്കെ പോകുമ്പം ഈ കാർഷിക മേഖലയിൽ ഈ അവൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താനുള്ള ഫസ്റ്റ് പരിഗണന ഈ ഗവൺമെൻറ് കൊടുക്കണം. ഫസ്റ്റ് പരിഗണന. അത് കഴിഞ്ഞ് കൃഷിഭൂമിയെ തരം മാറ്റുന്ന, കാർഷിക മേഖലയിൽ നിന്ന് മാറ്റുന്ന ചെറുക്കണം. നമ്മളെ കൃഷിഭൂമിയും നമ്മളെ മണ്ണും നിലനിൽക്കുക. അടുത്ത തലമുറയ്ക്ക് നമുക്ക് കയ്യാറുള്ള നല്ല ഫലപുഷ്ടമായ മണ്ണാണ്. ആ മണ്ണ് സംരക്ഷിച്ച് നിർത്താൻ വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ് നിറവേറ്റേണ്ടത്. പിന്നെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞു, ഒരു പൈസയും ഒരുത്തർക്കും സബ്സിഡി കൊടുക്കേണ്ട കാര്യമില്ല. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വർഷങ്ങളായി കൃഷി, ലോകത്ത് തന്നെ കൃഷി തുടങ്ങിയിട്ട് 12,000 വർഷമായി. 12,000 വർഷമായി കൃഷി തുടങ്ങിയിട്ട്. അതിൽ ധാന്യങ്ങൾ, മില്ലറ്റും അരി, നെല്ലും ഒക്കെ കൃഷി ചെയ്തത് ചൈനയിലാണ്. ഇറാഖ്, ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്ന ഇറാഖ്, ഇറാൻ, ഒമാൻ, അത് കഴിഞ്ഞ് പിന്നെ അഫ്ഗാനിസ്ഥാനൊക്കെയാണ് ഉരുളക്കിഴങ്ങും നമ്മളെ ചോളവും പരിപ്പും പയറുവർഗ്ഗങ്ങളും കൃഷി ചെയ്ത 12,000 വർഷങ്ങൾക്ക് മുമ്പേ. അപ്പം നമ്മൾ ഫോളോപ്പ് ചെയ്യുമ്പം നൂതന ആശയങ്ങൾ വേണം. ഫോളോപ്പ് ചെയ്യണമെന്നല്ല, നമുക്ക് പ്രയോജനപ്പെടാത്ത പദ്ധതികൾ ഉപേക്ഷിക്കില്ല. അതിൻ്റെ പോയി അടയിരിക്കേണ്ട കാര്യമില്ല. കാർഷിക മേഖലയിൽ കർഷകൻ്റെ ഉൽപ്പന്നം സംഭരിക്കുന്നു, അത് വിപണനം നടത്തുന്നു, അത് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടം വേണം. അതിന് വേണ്ടി പദ്ധതി കൊടുക്കണം. പിന്നെ സബ്സിഡിയുടെ കാര്യമൊന്നുമില്ല. ഉൽപ്പാദനം നടത്തുന്ന, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് മാത്രമേ സബ്സിഡി കൊടുക്കാവുള്ളൂ. 1 കിലോ ഉൽപ്പാദിപ്പിക്കുന്നവന് ചിലപ്പം 5 രൂപയുടെ സർക്കാർ കൊടുക്കണം. 5 രൂപ കൊടുത്തിട്ട് അത് ഉപഭോക്താവിന് 5 രൂപ കുറച്ച് കൊടുക്കണം. 5 രൂപയുടെ നഷ്ടമേ ഉള്ളൂ. ഇത് കോടിക്കണക്കിന് രൂപ സബ്സിഡി കൊടുക്കും. അവിടെ ഒരു ഉൽപ്പാദനവും ഇല്ല. സബ്സിഡി വാങ്ങിക്കുന്നവരങ്ങ് പോകും. സബ്സിഡി എഴുത്താണ് ഇവിടെ. ഉൽപ്പാദനവുമായി അത്തരം ഉൽപ്പാദനങ്ങൾ ഗവൺമെൻറ് ഏജൻസികൾ സംഭരിക്കണം, അല്ലെങ്കിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ സംഭരിച്ചു വയ്ക്കും. ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് വിപണനം നടത്തണം. അങ്ങനെയുള്ള നൂതന ആശയങ്ങൾ പഴയ കാർഷികോൽപാദന കമ്മീഷണർമാരെല്ലാം ഞങ്ങളെ വിളിക്കുമായിരുന്നു. കേരളത്തിലെ കാർഷിക മേഖലയിൽ സുബ്രത വിശ്വാസ്, കെ ജയകുമാർ IAS, പാലാട്ട് മോഹൻദാസ് IAS ഒക്കെ കാർഷികോൽപാദന കമ്മീഷണറായിരിക്കുമ്പം ഫസ്റ്റിൽ വിളിക്കുന്നത് ഞങ്ങളെയാണ്. എന്താണ് കേരളത്തിലെ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ, അത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ കാർഷിക മേഖല നിൽക്കൂ. അതല്ലെങ്കിൽ കാർഷിക വകുപ്പ് തന്നെ എടുക്കാൻ ആളില്ലായിരുന്നു. അതിൻ്റെ ഒരു മാറ്റം ഈ ഗവൺമെൻറ്റിലൂടെ, നമ്മളെ ബഹുമാന്യനായ ഇപ്പോഴത്തെ കൃഷി മന്ത്രിയിലൂടെ നമുക്ക് കേരളത്തിന് കാട്ടിക്കൊടുക്കുന്ന യുവാവാണ് ഇപ്പോഴത്തെ കാർഷിക മന്ത്രി. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കർഷകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങേക്ക് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ കാർഷിക മേഖലയെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കൂട്ടായി ചിന്തിക്കാം. അല്ല വിത്ത് കൊടുപ്പ്, തൈ കൊടുപ്പ്, സെമിനാർ നടത്ത്, ശില്പശാല നടത്ത്, ഫോട്ടോ എടുപ്പ്, പത്രത്തിൽ ഇടുക, ഇതൊന്നും അല്ല. കാർഷിക മേഖലയിലെ ഉത്തേജനത്തിനും അവനെ നിലനിർത്താനും പുതിയ ആശയങ്ങൾ വേണം. അത്തരം ചർച്ചകളിൽ കർഷക കൂട്ടായ്മകളെയും വിളിക്കണം. അപ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പം പ്രത്യേകിച്ച്
പുതിയൊരു സർക്കാർ ചുമതലയേൽക്കുകയും പുതിയൊരു കൃഷിമന്ത്രി കൃഷി വകുപ്പിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് അങ്ങയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ജന്മം മുഴുവൻ മണ്ണിനും കൃഷിക്കും വേണ്ടി സമർപ്പിച്ചതാണ്, കർഷക കൂട്ടായ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അപ്പോൾ ഒരുപാട് അറിവനുഭവങ്ങൾ അങ്ങേപ്പോഴുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങേപ്പോലുള്ള നിരവധി ആളുകളെ അദ്ദേഹം ഒരു ഔദ്യോഗികമായ ഒരു ചട്ടവട്ടങ്ങളൊന്നുമില്ലാതെ ഒരു തുറന്ന സംവാദത്തിനായി, സംസാരത്തിനായി, കുശലാന്വേഷണത്തിനായിട്ട് അദ്ദേഹത്തിന് ക്ഷണിക്കാവുന്നതാണ്. ക്ഷണിച്ചിട്ട് എന്താണ് കേരളത്തിലെ കാർഷിക മേഖലയിൽ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, അപ്പോൾ എന്നിട്ട് അത് മുഴുവൻ അദ്ദേഹം മനസ്സിൽ സംഗ്രഹിക്കുക. കാരണം ഇത് വെറുതെ ഈ എഴുതി കൊടുക്കുന്ന ഒരു കുറിപ്പല്ലല്ലോ. നിങ്ങൾ മണ്ണിൻ്റെ മണമുള്ള അല്ലെങ്കിൽ കൃഷിയുടെ നന്മയുള്ള അറിവനുഭവങ്ങളുടെ ഒരു സംക്ഷിപ്തമാണ് ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കർഷക കൂട്ടായ്മകളെക്കുറിച്ച് പറയാം, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാം, സംഭരണത്തെക്കുറിച്ച് പറയാം, അതിന് കർഷകർക്ക് ഇത് വേഗത്തിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് പറയാം, പലിശരഹിത വായ്പയെക്കുറിച്ച് പറയാം, കർഷകർക്ക് ജീവിത സഹായത്തിൽ എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കണം, ഒരു സഹായം കൊടുക്കണം, അതിനെ പേരെങ്ങനെ ഇടട്ടെ, അത് 5000 രൂപ എന്നൊക്കെ പറയുന്ന ഇന്നത്തെ കാലത്ത് അത്ര വലിയ ഒരു തുകയാണ് എന്നൊന്നും നമുക്ക് അഭിപ്രായപ്പെടാനില്ല. ഇനി പണമാണ് അതിനൊരു തടസ്സമെങ്കിൽ എന്തുകൊണ്ട് അതിനൊരു സെസ് ഏർപ്പെടുത്തിക്കൂടാ? അതിനൊരു തുടക്കം ഉണ്ടാകാൻ ജനങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഒരാൾക്ക് ഇപ്പം നമ്മൾ ലൈബ്രറി സെസ് കൊടുക്കുന്നുണ്ട്, ഒരാളിൽ ലൈബ്രറി ബുക്ക് വായിച്ച് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മൾ പുരയ്ക്ക് നമ്മളുടെ വീടിന് ടാക്സ് അടയ്ക്കുമ്പോൾ നമ്മൾ അറിയാതെ ലൈബ്രറി സെസ് കൂടി കൊടുക്കുകയാണ്. ഇന്ന് പറഞ്ഞതുപോലെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൻ്റെതാണ്. അപ്പോൾ ആ സമൂഹം അത് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ ഞാനൊരു 10 രൂപ ഒരു വർഷം എനിക്ക് അന്നം ഉണ്ടാക്കുന്ന, എനിക്ക് ആഹാരം തരുന്ന, മണ്ണിൽ പണിയെടുക്കുന്ന, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു പാതകമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സെസ്, വെള്ളപ്പൊക്കത്തിന് സെസ്, അങ്ങനെ ഒരുപാട് സെസ് ഏർപ്പെടുത്തിയവരാണ്. അപ്പോൾ എന്തുകൊണ്ട് പണമാണ് പ്രശ്നമെങ്കിൽ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സെസ് ഏർപ്പെടുത്തിയാലും അതൊരു അപരാധമൊന്നും ആയി മാറുകയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെപ്പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ പുതിയ കൃഷി വകുപ്പ് മന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹം അതിന് തയ്യാറാകും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു കൃഷി മനസ്സുണ്ട്, ഒരു വയനാടിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. കാരണം കേരളത്തിലെ ഏറ്റവും അധികം കൃഷിയുള്ള ഒരു പ്രദേശം എന്നുള്ളതിൽ അദ്ദേഹത്തിലൂടെ കൃഷി വകുപ്പിലൊരു മാറ്റം നമ്മൾ പ്രത്യാശിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ സത്ഫലങ്ങൾ വരും നാളുകളിൽ ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കാം. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയധികം അനുഭവങ്ങൾ പങ്കുവെച്ചതിന്, ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ നോവും നൊമ്പരങ്ങളും നിറഞ്ഞ അനുഭവങ്ങളാണ് അത്. കാരണം അവിടെ ഒരു ഊർജ്ജസ്വലതയുണ്ട്. എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും ഊർജ്ജസ്വലമായ വാക്കുകളാണത്. ആ വാക്കുകൾ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് പ്രചോദനമാകട്ടെ, പ്രേരണയാകട്ടെ, മണ്ണിലേക്ക് ഇറങ്ങാനുള്ള ഒരു പാഠമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.